NDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അധിക്ഷേപിച്ച CPM വെള്ളാപ്പള്ളി 2 തോണിയിൽ കാലുവെക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് P. ജയരാജൻ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് വെള്ളാപ്പള്ളിയെ CPM തള്ളിപ്പറയുന്നത്. ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. ജ്യോതിഷ്, വെള്ളാപ്പള്ളി നടേശനെ അധിക്ഷേപിക്കുന്ന തരത്തിലാണല്ലോ CPM ഇപ്പോൾ നിലപാട് പറഞ്ഞിരിക്കുന്നത്. എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഒരു പരാമർശം P. ജയരാജന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്? രോഹിണി, തീർച്ചയായിട്ടും CPM സംസ്ഥാന അംഗം P. ജയരാജന്റെ ഭാഗത്തു നിന്നാണ് SNDP യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു അധിക്ഷേപ പരാമർശം ഉണ്ടായിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ 2 വള്ളത്തിൽ കാല് ചവിട്ടുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ആണ് ഇപ്പോൾ P. ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ വെള്ളാപ്പള്ളിയെ കൂടെ ചേർത്തിരുന്ന ആളാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അത്തരം നിലപാട് സ്വീകരിച്ച CPM ആണ് വലിയ പരാജയത്തിന് ശേഷം വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത്. ഇപ്പം ഇതിൽ നിന്ന് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ സമയത്ത് നവോത്ഥാന നായകൻ്റെ അല്ലെ സമിതിയുടെ തലവനായിട്ട് നിൽക്കുക, അതേസമയം മകൻ മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടും പറയുന്ന കാര്യം. പക്ഷേ ഇത് വർഷങ്ങളായിട്ട് ഇതേ നിലപാടായിരുന്നു, അല്ലെ ഇതേ സാഹചര്യത്തിലൂടെയാണ് വെള്ളാപ്പള്ളി കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു പുതുമയുള്ള ഒരു കാര്യമല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയം വന്നതോടുകൂടിയാണ് ഇതിൽ നിന്ന് ഒരു മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്, അല്ലെ പരാജയത്തെ തരണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ കടന്നാക്രമിച്ചുകൊണ്ടാണ്, അല്ലെ വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു സമീപനമാണ് ഇപ്പോൾ P. ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന. വരും ദിവസങ്ങളിൽ CPMന്റെ പല നേതാക്കളും വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വരുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു CPMനുണ്ടായിരുന്നത്. പക്ഷേ അത് വലിയ പരാജയം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയെ കടന്നാക്രമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു സമീപനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. രോഹിണി, ശരി. ജ്യോതിഷ് ജനാർദ്ദനാണ് വിവരങ്ങൾ നൽകിയത്.